ലോകകപ്പിൽ യൂറോപ്യൻ വമ്പന്മാർക്ക് സമനിലക്കുരുക്ക്. സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദെക്ക് ലോകകപ്പിൽ അരങ്ങേറ്റം. ബെൽജിയത്തെ പിടിച്ചുകെട്ടി ഈജിപ്ത്. ഇരു ടീമിനും ഓരോ ഗോൾ. ഉറുഗ്വേയെ സമനിലയിൽ കുരുക്കി സൗദി അറേബ്യ. സ്പാനിഷ് പടയ്ക്ക് മുന്നിൽ വൻമതിലായി കേപ്പ് വെർദെ ഗോളി വൊസീഞ്ഞ. യൂറോപ്യൻ വമ്പന്മാരെ തളച്ചത് തകർപ്പൻ സേവുകളിലൂടെ. സമൂഹ മാധ്യമങ്ങളിൽ വൊസീഞ്ഞയുടെ പേജിൽ ഒഴുകിയെത്തി ആരാധകർ. മണിക്കൂറുകളിൽ 2 മില്യണിലധികം ഫോളോവേഴ്സ്. ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇന്ന് കളത്തിലേക്ക്. എതിരാളികൾ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ. 2002 ദുരന്തത്തിന്റെ ഓർമ്മയിൽ ഫ്രാൻസിന് വെല്ലുവിളി. ആദ്യ മത്സരത്തിനൊരുങ്ങി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. അൾജീരിയക്കെതിരായ പോരാട്ടം നാളെ പുലർച്ചെ 6:30. സംസ്ഥാനത്ത് ആശങ്കയായി ഷിഗല്ല ബാധിതരുടെ എണ്ണത്തിലെ വർധന. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 8 പേർക്ക്. ഈ മാസം ഇതുവരെ 71 രോഗബാധിതർ. ജൂണിൽ 872 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചെന്നും ആരോഗ്യവകുപ്പ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിയമന വിവാദത്തിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിർണായക യോഗം ഇന്ന്. സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത ശ്യാംകുമാറിന് നിയമനം നൽകിയത് ചർച്ചയാകും. നിയമ നടപടി തിരുത്തണമെന്ന് K മുരളീധരന്റെ കത്ത് യോഗം പരിഗണിക്കും. ശ്യാംകുമാറിന്റെ നിയമനം റദ്ദാക്കാൻ സാധ്യത. വ്യാജവാർത്ത നൽകി അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മലയാള മനോരമയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച MV ഗോവിന്ദൻ. 7 ദിവസത്തിനകം നിരുപാധികം ക്ഷമാപണം നടത്തി വാർത്ത പിൻവലിക്കണമെന്നാവശ്യം. വക്കീൽ നോട്ടീസ് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട്. നിയമ നടപടി ജൂൺ 14 പ്രസിദ്ധീകരിച്ച വാർത്ത വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി. എറണാകുളം മലയിടം തുരുത്ത് ഭൂമി പ്രശ്നത്തിൽ ഒത്തുതീർപ്പ് കരാർ ഒപ്പുവെച്ച് ഭൂവുടമകളും ദളിത് കുടുംബങ്ങളും. ധാരണാപത്രം ഒപ്പുവെച്ചത് മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ. പൈരത്തുകാവ് കുടിയൊഴിപ്പിക്കൽ കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. പ്രശ്നം പരിഹരിച്ചെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. പാലാ നഗരസഭയിലെ ഭരണ പ്രതിസന്ധിക്ക് പരിഹാരം. കോൺഗ്രസ് കൗൺസിലർമാരുടെ നിർദ്ദേശങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ അംഗീകരിച്ചു. ബിജു മാത്യൂസിനെതിരെ ചെയർപേഴ്സൺ നൽകിയ പരാതി പിൻവലിക്കും. വൈസ് ചെയർമാൻ സ്ഥാനം കോൺഗ്രസിന് നൽകാനും ധാരണ.